മലയാളത്തിൻ്റെ പ്രിയ നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി ഏതാനും ബയോപിക്കുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള ഏതാനും ചിത്രങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 2000-ൽ റിലീസ് ചെയ്ത ഈ ഇംഗ്ലീഷ് ഹിന്ദി ഇരട്ട ഭാഷാ ചിത്രത്തിൻ്റെ സംവിധാനം ജബ്ബാർ പട്ടേലാണ്. അംബേദ്കറായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. രണ്ടാമതായി നമ്മുടെ ഓർമ്മയിലെത്തുന്നത് 2019 റിലീസായ യാത്ര എന്ന തെലുങ്ക് ഭാഷാ ചിത്രമാണ്. ഈ ചിത്രത്തിൽ യദുഗിരി സാദിന്തി രാജശേഖര റെഡ്ഡി എന്ന YS രാജശേഖര റെഡ്ഡിയായി അഭിനയിച്ചതും മമ്മൂട്ടി തന്നെ. മഹി വി രാഘവ് സംവിധാനം ചെയ്ത ഈ ചിത്രം വൻ വിജയമായിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗം ഫെബ്രുവരി 8-ന് റിലീസാകുകയാണ്. മൂന്നാമതായും എന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുമായ ഒരു ചരിത്ര സിനിമയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. 2009-ൽ MD വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ പഴശ്ശിരാജ എന്ന നാട്ടുരാജാവായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. ഇനിയൊരു പഴയ ചിത്രം പറയാം. 1989-ൽ റിലീസ് ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മതിലുകൾ. ഈ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനായി മമ്മൂട്ടി അഭിനയിക്കുകയുണ്ടായി. 2010-ൽ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെയും കാലഘട്ടത്തെയും കുറിച്ച് R സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം. ഇതിൽ KC കുട്ടൻ എന്ന കഥാപാത്രമായതും മമ്മൂട്ടിയായിരുന്നു. അങ്ങനെ ഏതാനും ബയോപിക്കുകൾ നേരത്തെ ചെയ്തിട്ടുള്ള പത്മശ്രീ മമ്മൂട്ടിയുടെ ഇതേ ശ്രേണിയിൽ ഇനി വരാൻ പോകുന്ന ചിത്രമാണ് കതിരവൻ. ചരിത്ര പുരുഷനായ മഹാത്മാ അയ്യങ്കാളിയുടെ വേഷത്തിലെത്തുന്നത് മമ്മൂട്ടി തന്നെ. അരുൺ രാജ് എന്ന യുവ സംവിധായകൻ്റെ ചിത്രമാണ് കതിരവൻ. മമ്മൂട്ടിയുടെ തന്നെ ചിത്രമായിരുന്ന യുഗപുരുഷനിൽ ബാബു ആൻ്റണിയായിരുന്നു അയ്യൻകാളിയുടെ ഭാഗം അഭിനയിച്ചത്. എന്നാൽ അയ്യങ്കാളി എന്ന ചരിത്ര പുരുഷനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്ന കതിരവനിൽ മമ്മൂട്ടി അയ്യൻകാളിയാകുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ ബൃഹത്തായ ജീവിതമാണ് ഈ ചിത്രത്തിലൂടെ നാം കാണാൻ പോകുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ അയ്യങ്കാളിയുടെ ചരിത്രം ജാതീയ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച അയ്യങ്കാളിയുടെ കഥ, ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ അയ്യങ്കാളിയുടെ കഥ, സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യ അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നതിനായി അയ്യങ്കാളി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ കഥ, 1893-ലെ വില്ലുവണ്ടി സമരത്തിൻ്റെ കഥ, അങ്ങനെ ഒട്ടേറെ സാമൂഹിക വിപ്ലവത്തിൻ്റെ കഥ കതിരവനിലൂടെ പറയുമ്പോൾ മമ്മൂട്ടി എന്ന മഹാനടൻ്റെ കരിയറിലേക്ക് ഒരു മഹാചിത്രം കൂടി പ്രതീക്ഷിക്കാം.